നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആവേശ പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ കാത്തിരിപ്പിലായിരുന്നു. അധികം മുഖവരയില്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറഞ്ഞു വന്നത് സൗദിയിൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേരിട്ട് ഏറ്റുമുട്ടിയ മത്സരത്തെക്കുറിച്ചാണ്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണെന്നാണ് മത്സരം കണ്ടവർ പറയുന്നത്. മത്സരം കാണാൻ അവസരം കിട്ടിയ പ്രവാസികൾ ഇത് നേരിൽ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഇതിന് ഭാഗ്യം ലഭിക്കാതെ പോയവരുമുണ്ടല്ലോ. ഇരു വമ്പന്മാരും നേരിട്ട് ഏറ്റുമുട്ടിയ റിയാദ് സീസണിൽ PSG ആണ് ജയിച്ചത്. മെസ്സി ഉൾപ്പെടെ വമ്പൻ താരനിരയെ ലോകകപ്പിന് ശേഷം കാണാനായ സന്തോഷത്തിലായിരുന്നു ഫുട്ബോൾ ആരാധകർ. ഒപ്പം അരങ്ങേറ്റം ഗംഭീരമാക്കിയതിന്റെ ആവേശത്തിലായിരുന്നു ക്രിസ്ത്യാനോ ആരാധകർ. 4-നെതിരെ 5 ഗോളുകൾക്കാണ് മെസ്സിയും നെയ്മറും എംബാപ്പയും ഉൾപ്പെടുന്ന സംഘത്തിന്റെ ജയം. സൗദി ക്ലബിലേക്ക് കുടിയേറിയ ശേഷമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. റിയാദ് കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 2 ഗോൾ നേടിയ ക്രിസ്ത്യാനോയാണ് മാൻ ഓഫ് ദി മാച്ച്. സൗദിയിലെ മുൻനിര ക്ലബ്ബുകളായ അൽ ഹിലാലിന്റെയും അൽ നസറിന്റെയും സംയുക്ത സംഘമാണ് ക്രിസ്ത്യാനോയുടെ നേതൃത്വത്തിൽ PSG-യെ നേരിട്ടത്. മത്സരം തുടങ്ങി 2.5 മിനിറ്റിൽ തന്നെ സൂപ്പർ താരം ലയണൽ മെസ്സി ഗോൾ നേടി. PSG-ക്ക് 1 ഗോൾ ലീഡ്, അതും സൗദിയിലെ നസർ ഹിലാൽ ക്ലബിലെ താരങ്ങൾക്കൊപ്പം. കാണാനെത്തിയ 60,000-ലേറെ വരുന്ന കാണികളെ റോണോ നിരാശപ്പെടുത്തിയില്ല. 31-ാം മിനിറ്റിൽ PSG ഗോളിയുടെ കൈപ്രയോഗത്തിൽ വീണ ക്രിസ്ത്യാനോയ്ക്ക് പെനാൽറ്റിയുടെ അവസരം ലഭിച്ചു. ഗോൾ അടിച്ചു. സൗദിക്കായി നേടിയ ഗോളുകളോടെ കളി ആവേശത്തിലായി. 38-ാം മിനിറ്റിൽ സൗദിയുടെ അൽ ദോസരിയെ അപകടകരമാം വിധം ഫൗൾ ചെയ്തതിന് PSG താരം ബെർനാഡിന് റെഡ് കാർഡ് ലഭിച്ചു. പിന്നെ 10 പേരെ വെച്ചായിരുന്നു PSG-യുടെ കളി. പക്ഷേ കളിക്കളം കണ്ടത് ഗോൾ മഴയാണ്. 42-ാം മിനിറ്റിൽ PSG-ക്കായി മാർക്കിഞ്ഞോസ് ലക്ഷ്യം കണ്ടു. 45-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി അവസരം നെയ്മർ പാഴാക്കി. എന്നാൽ 50-ാം മിനിറ്റിലെ തകർപ്പൻ ഗോളോടെ ക്രിസ്ത്യാനോ വീണ്ടും സമനില പിടിച്ചു. 52-ാം മിനിറ്റിൽ എംബാപ്പയുടെ കിടിലൻ പാസിൽ റാമോസിന്റെ ഫിനിഷിംഗ്. മത്സര സ്കോർ 3-2. 56-ാം മിനിറ്റിൽ സൗദിയുടെ ജാങ്കിന്റെ ഗോളോടെ വീണ്ടും സമനില പിടിച്ചു. 60-ാം മിനിറ്റിൽ ഹാൻഡ് ബോളിന് ലഭിച്ച പെനാൽറ്റി എംബാപ്പെ വലയിലെത്തിച്ചു. സ്കോർ ലീഡ് 4-3-ലെത്തി. 78-ാം മിനിറ്റിൽ എഗിഡിക്കയുടെ ഗോളോടെ PSG വിജയം ഉറപ്പിച്ചു. പക്ഷേ മത്സരത്തിന്റെ അധിക സമയത്ത് 94-ാം മിനിറ്റിൽ സൗദിക്കായി ടലിസ്കയുടെ ഗോളോടെ PSG-യുടെ ജയത്തിന്റെ മാറ്റുകുറച്ചു സൗദി. തകർപ്പൻ ഗോൾ നേടിയ ക്രിസ്ത്യാനോയാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി മേധാവി തുർക്കി ആലു ഷൈഖ് ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിച്ചു. അങ്ങനെ വളരെ ആവേശകരമായി മത്സരം അവസാനിക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.